ഇന്ത്യ ഒരു ആഗോള ശക്തിയാവുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ഒരു വലിയ സംഘം തന്നെ ഇന്ന് ലോകത്തുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. ഒന്നാമത് ഇപ്പോൾ അമേരിക്ക, പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ്, ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല. എങ്ങനെയും ഇന്ത്യയുടെ വളർച്ചയെ തടയണമെന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ ലോകത്തെ വലിയ വിദഗ്ധരെന്നും എക്സ്പേർട്സ് എന്നും ഒക്കെ പറയുന്ന ആളുകളുടെ ലേഖനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവര് പ്രിഡിക്റ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വെസ്റ്റ് ആസ്ഥാനമായിട്ടുള്ള ആൾക്കാരാട്ടോ, യൂറോപ്പിലും നമ്മുടെ അമേരിക്കയിലും ഒക്കെ ഉള്ള കൂട്ടര്. ഇവര് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉടനെ തന്നെ നടക്കാൻ പോവാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ഇന്ത്യ പാക് യുദ്ധം നടക്കാം എന്ന് ഇവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്. യുദ്ധമുണ്ടാകാൻ പോകുന്ന ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു കമ്പനി ധൈര്യത്തോടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമോ? ഫോർ എക്സാമ്പിൾ റഷ്യയുടെ കാര്യം തന്നെ എടുക്കാം. റഷ്യ യുദ്ധം തുടങ്ങിയതോടെ അവിടെ ഉണ്ടായിരുന്ന കമ്പനികൾ പോലും പേടിച്ച് അവിടെ നിന്ന് തടി തപ്പുകയാണ് ചെയ്തത്. മാത്രമല്ല, ഉപരോധങ്ങൾ വന്ന് വീണതോടെ ഒരു കമ്പനികളും റഷ്യയുമായി സഹകരിക്കാൻ തയ്യാറായില്ല. ഗൂഗിൾ അടക്കമുള്ള വമ്പൻ കമ്പനികൾ പോലും റഷ്യയിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു രാജ്യത്ത് നിക്ഷേപിക്കാൻ, അവിടെ പോയി സംരംഭം തുടങ്ങാൻ എപ്പോഴും കമ്പനികൾക്ക്, ധനികർക്കൊക്കെ ഭയമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇപ്പം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് ഗുണത്തെക്കാളേറെ താരതമ്യേന ദോഷമേ ചെയ്യൂ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരു ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കമ്പനികൾ വരാൻ നിന്നതാണ് അമേരിക്കയിൽ നിന്ന്. ഇപ്പോഴും കുറെ കമ്പനികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എങ്കിലും ഒരുപാട് കമ്പനികൾ അവരുടെ നിലപാട് തിരുത്തി. അതിന് കാരണം ഡൊണാൾഡ് ട്രംപ് ആണ്. ട്രംപ് ഇന്ത്യയിൽ പോയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്, എന്തിനേറെ പറയുന്നു, ആപ്പിളിനെ വരെ പിടിച്ചു വരട്ടി. എന്തിന് നിങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? നിങ്ങൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കൂ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, ഇന്ത്യയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആപ്പിളിനെ വരെ പിടിച്ചു വിരട്ടിയ ആളാണ് ട്രംപ്. മാത്രമല്ല, ട്രംപ് പരമാവധി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഇൻവെസ്റ്റ്മെന്റ്സ് അമേരിക്കയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. ട്രംപിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്യണം, അമേരിക്ക പഴയതുപോലെ ഇൻഡിപെൻഡന്റ് ആവണം, ചൈനയെ ഡിപ്പെൻഡ് നിന്ന് പുറത്തു വരണം, വേറെ രാജ്യങ്ങളൊന്നും കൂടുതൽ ശക്തമാകരുത്, അമേരിക്ക മാത്രം മതി എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടുള്ള നാഷണലിസ്റ്റ് ആണ് ട്രംപ് എന്ന് പറയുന്നത്. ട്രംപിന്റെ പോളിസികൾ അതിപ്പോ ഏതർത്ഥത്തിലാണെങ്കിലും ഇന്ത്യക്ക് അത്ര നല്ലതല്ല നിലവിൽ. പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതിനൊക്കെ എതിരായിട്ടുള്ള ഒരു സമീപനമാണ് ട്രംപ് എടുക്കുന്നത്. അമേരിക്കയുടെ ഇപ്പോഴത്തെ പോളിസി ഇന്ത്യക്ക് തത്വത്തിൽ അത്ര ഗുണകരമായിട്ടല്ല നിലവിൽ. നാളെ മാറിക്കൂടാന്നില്ല, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ബൈഡന്റെ കാലത്ത് പോലും കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ട്രംപ് വന്നതിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കുറയാണ്. രണ്ടാമത്, ഇന്ത്യയുടെ മേൽ 50% നികുതി ട്രംപ് അങ്ങ് അറിയാതെ അടിച്ചു തന്നതൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ. എന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് വേഗത്തിൽ നിങ്ങൾ വളരണ്ട, പതിയെ വളർന്നാൽ മതി, ഒരല്പം ഒന്ന് ലേറ്റായിട്ട് പോയാൽ മതി എന്ന ഉദ്ദേശം കൂടി ട്രംപ് 50% താരിഫ് ഇന്ത്യയുടെ തലയിലോട്ട് എടുത്ത് വെച്ച് തന്നതിന്റെ പുറകിലുണ്ട്. ഇപ്പോ നോക്കൂ, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് IMFന്റെ ഒരു പഠനം വന്നിട്ടുണ്ട്. IMFന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2028 സാമ്പത്തിക വർഷത്തിൽ $5 ട്രില്യൺ മറികടക്കുമെന്നാണ് നേരത്തെ IMF പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ $5.15 ട്രില്യൺ ഉള്ള ഒരു രാജ്യമായിട്ട് 2028 ഇന്ത്യ മാറുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അതിപ്പോ 2029 ഫിനാൻഷ്യൽ ഇയറിലെ സാധിക്കൂ എന്നാണ് IMF പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നതാണ്. രൂപയുടെ വാല്യൂ കുറയുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോഴും ട്രേഡ് ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ വളരെ വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിന്റെ എത്രയോ മടങ്ങ് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനത്തെ ഒരു രാജ്യത്തിന് ഡോളറിനെ പോലത്തെ ഒരു ആഗോള കറൻസിയോടൊപ്പം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇന്ത്യ പ്രധാനമായിട്ടും കൂടുതൽ പൈസ ചെലവാക്കുന്നത് ഒന്ന് ക്രൂഡ് ഓയിലിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെ ഇവിടെ ഗൾഫിലൊക്കെ ഉള്ളതുപോലത്തെ എണ്ണ നിക്ഷേപമില്ല. ഇന്നത്തെ മേജർ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് US, അതുപോലെ തന്നെ റഷ്യ, ചൈന. ഈ 3 രാജ്യങ്ങളിലും ക്രൂഡ് ഓയിലിന്റെ നിക്ഷേപം ആവശ്യം പോലെ ഉണ്ട്. പ്രകൃതി വാതകങ്ങളുടെ നിക്ഷേപവും ആവശ്യം പോലെ ഉണ്ട്. ചൈനയിൽ പോലും ഉണ്ട്, ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ. മാത്രമല്ല, ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ ആവശ്യം പോലെ ഈ നിക്ഷേപം ഉള്ളത് കൊണ്ട് പൈപ്പ് ലൈനിലൂടെ ചൈനയ്ക്ക് വേണ്ടത് റഷ്യയിൽ നിന്ന് ചൈന കണ്ടെത്തുന്നുമുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതിന് പുറമെ. കാരണം റഷ്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്ത്യക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. നമ്മൾ റഷ്യയിൽ നിന്നാണെങ്കിലും ഈ സാധനം വില കുറച്ച് കിട്ടിയാലും നമ്മൾ കപ്പലിൽ ഇവിടെ കൊണ്ടുവരുന്ന കോസ്റ്റ് നമുക്ക് കൂടുതലാണ്. കാരണം വളരെ ദൂരെയാണ് റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ വളരെയധികം വിദേശ രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഗോൾഡ് നമ്മൾ വളരെയധികം ഇന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സും മെഷീനറിയും ഈ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇവിടെ നമ്മൾ ഡോളറിന്റെ വാല്യൂ മനസ്സിലാക്കേണ്ടത്, ഇന്നും ഒരു ഗ്ലോബൽ കറൻസിയാണ്
ഡോളർ. പല ഡീലുകൾക്കും നമുക്ക് ഡോളർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ US ഡോളറിന് വലിയ ഡിമാൻഡ് ഉണ്ട്. അമേരിക്കൻ ഡോളറിന്റെ ഈ ഒരു ഡിമാൻഡ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ രൂപയെ വീക്കാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 4.2 ട്രില്യൺ US ഡോളറാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം നമുക്കൊരു ഏകദേശം 88 രൂപയുണ്ടെന്ന് ആവറേജ് കണക്കാക്കാം. 88, 89 ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. 88 എന്ന് കണക്കാക്കാം. ഈ സമയത്ത് നമ്മുടെ GDP എന്ന് പറയുന്നത് ഈ 4.2 ട്രില്യനും രൂപയുടെ മൂല്യം 88 ഇത് 70 രൂപയായിരുന്നെങ്കിൽ, രൂപയുടെ മൂല്യം 70 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 5.28 ട്രില്യൺ US ഡോളർ ആകുമായിരുന്നു. സോ $70 നമുക്ക് രൂപയുടെ മൂല്യം കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് വിചാരിച്ചാൽ ഒരുപാട് ജോലി അതിന്റെ പുറകിൽ എടുക്കേണ്ടി വരും. ചിലപ്പോൾ കഴിഞ്ഞേക്കാം. പക്ഷെ അതുകൊണ്ട് ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ വലിയ ഗുണമുണ്ടെന്ന് കരുതാൻ കഴിയില്ല. ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് എക്കണോമിക് സ്ട്രെങ്ത്, രണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് പണപ്പെരുപ്പം, അതുപോലെ ഗ്ലോബൽ മാർക്കറ്റ്, ഡോളറിന്റെ ഡിമാൻഡ്, ഇതിനെയൊക്കെ അനുസരിച്ചാണ് ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത്. ഇവിടെ ഈ ഘടകങ്ങൾ തന്നെയാണ് രൂപ വീക്കാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന കാര്യവും. ഈ ഡോളർ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ റിസർവ് കറൻസിയും കൂടിയാണ്. ഇന്റർനാഷണൽ ട്രേഡിന് യൂസ് ചെയ്യുന്ന ഒന്നാണ് US ഡോളർ. ഓയിൽ പേയ്മെന്റ്സ്, ബാങ്കുകളുടെ റിസർവ്, ഇതെല്ലാം ഡോളറിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശരിക്കും ഡോളർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ എന്നത് ഒരു ആർട്ടിഫിഷ്യൽ സ്ട്രെങ്ത് ഇതിലൂടെ കിട്ടിയിട്ടുള്ള ഒരു കറൻസിയാണ്. ഏഷ്യൻ കറൻസീസ് അതുകൊണ്ട് തന്നെ ഈ ഡോളറിന്റെ മുന്നിൽ വീക്ക് ആവുന്നതും അതുകൊണ്ടാണ്. ഇപ്പൊ ജപ്പാന്റെ ഒക്കെ മൂല്യം എന്ന് പറയുന്നത്, കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് വളരെ കുറവാണ് US ഡോളറുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. വളരെ വീക്കാണ് അവരുടെ കറൻസി എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കറൻസി നമുക്ക് സ്ട്രോങ് ആക്കി മാറ്റാൻ കഴിയും. അത് ഗ്രാജുവലി പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ വളരെ സ്ലോലി മാത്രം. എക്കണോമി കൂടുതൽ സ്ട്രോങ് ആവുന്ന അനുസരിച്ച് നമ്മളെ മൂല്യവും വർദ്ധിക്കും. ഇന്ത്യയുടെ എക്സ്പോർട്ട് വർദ്ധിക്കുന്നതിലൂടെ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് നമ്മുടെ കറൻസിയുടെ മൂല്യത്തെ പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓയിലിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും വളരെയധികം ഡിപ്പെൻഡഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതും നമ്മുടെ കറൻസിക്ക് സ്ട്രെങ്ത് പകരും. ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് അതുകൊണ്ടാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. റിന്യൂവബിൾ എനർജിയെ സപ്പോർട്ട് ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഡൊമസ്റ്റിക് ഓയിൽ, ഗ്യാസ് പ്രൊഡക്ഷനും ഇന്ത്യ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വന്നാലും നമ്മുടെ കറൻസിക്ക് അത് കരുത്ത് പകരും. ഇപ്പൊ ഇന്ത്യയിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകളും അതുപോലെ ഫാക്ടറികളും ഒക്കെ ആരംഭിക്കുകയും സ്റ്റോക്ക് മാർക്കറ്റ് കൂടുതൽ ശക്തമാവുകയും ചെയ്താലും ഇത് ഇന്ത്യൻ രൂപയെ കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റും. ഇപ്പോ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്ന എന്താണ്? ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക, ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിനെ പരമാവധി തടയുക. ഇപ്പൊ ട്രംപ് ഒക്കെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് നമുക്ക് വലിയ രീതിയിൽ നമ്മളെ തടഞ്ഞിട്ടിരിക്കുകയാണല്ലോ, 50% താരിഫ് വന്നിട്ട്. സോ ഇതൊക്കെ ഇന്ത്യയുടെ രൂപ ശക്തമാകുന്നതിനെയും എക്കണോമിക് ഗ്രോത്ത്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിനെ തടസ്സപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഇവർ ചെയ്യുന്ന പണികളാണ്. അതിന് പുറമെ യുദ്ധഭീതിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ അമേരിക്കയെ തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ നീക്കങ്ങളെ പൊളിച്ചുകൊണ്ട് കൂടുതൽ മാർക്കറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ പ്രതിസന്ധികളെയും മറ്റു വഴികളിലൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോവാണ്. അതുകൊണ്ടാണ് വലിയൊരു തിരിച്ചടി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉണ്ടാവാത്തത്. ഈ രൂപയുടെ മൂല്യം 88, 89 ഒക്കെ ആയിട്ട് നമ്മുടെ രൂപ മാറുന്നത് ട്രേഡ് ഡെഫിസിറ്റ് കൊണ്ടും ഡോളറിന്റെ ഡിമാൻഡ് കൊണ്ടും ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ കാരണവും പിന്നെ പണപ്പെരുപ്പം കൊണ്ടും ഗ്ലോബൽ മാർക്കറ്റ് പ്രഷർ കൊണ്ടുമൊക്കെയാണ്. പക്ഷെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്രാജുവലി രൂപയുടെ സ്ട്രെങ്ത് വർദ്ധിക്കും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പോഴേ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടിൽ നമുക്കത് ഹെൽപ്പ് ആണെങ്കിലും നമ്മുടെ എക്സ്പോർട്ടിനെ അത് ബാധിക്കുമെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് വേണം, കൂടുതൽ എക്സ്പോർട്സ് നമ്മൾ ചെയ്യണം. ഓയിലിന്റെ കാര്യത്തിലുള്ള ഡിപ്പെൻഡൻസ് കുറയുമ്പോൾ തന്നെ നാച്ചുറലി നമ്മുടെ രൂപയുടെ സ്ട്രെങ്ത് സസ്റ്റൈനബിൾ ആയിട്ട് കൂടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു രൂപയും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പൊസിഷനിൽ കീപ്പ് ചെയ്ത് പോകാന്നുള്ളതാണ് എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു സമയത്ത് നമുക്ക് നല്ലതെന്ന് പറയുന്നത്. ഒരു 75, 70 ആ ഒരു ലെവലിലൊക്കെ തന്നെ നമ്മുടെ രൂപയുടെ മൂല്യം എത്തിയാൽ തന്നെ നമുക്ക് ഓക്കെയാണ്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അതിനുവേണ്ടി തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. നമ്മൾ മാക്സിമം വിദേശത്ത് നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കെതിരെ ആഗോളതലത്തിൽ ഒരുപാട് ശക്തികൾ കളിക്കുന്നുണ്ട്. അമേരിക്ക അതിനകത്തുണ്ട്, ചൈനയുണ്ട്. നോക്കൂ, ലോകത്തെ 2 പവർഫുൾ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ നിൽക്കുകയാണ്, US-ഉം ചൈനയും. മൂന്നാമത് നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാൻ, തുർക്കിയുണ്ട്. അതുപോലെ നമ്മളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്ന പല രാജ്യങ്ങൾ പോലും തരം കിട്ടുമ്പോൾ അടിയിൽ കൂടെ പണിയുന്നുണ്ട്. കാരണം ഒരു പുതിയ ലോകശക്തി ആർക്കും വേണ്ട. ഒരു പവർഫുൾ ഇന്ത്യ ആരും ആഗ്രഹിക്കുന്നില്ല, ഈവൻ നമ്മുടെ അയൽ രാജ്യങ്ങൾ പോലും.
ബംഗ്ലാദേശും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഒരു പവർഫുൾ ഇന്ത്യ വേണ്ട. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്ത്യ അവരൊക്കെ ഭയപ്പെടുകയാണ്. സ്വാഭാവികമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ നമ്മൾ വളരാതിരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മുടെ എതിർ ചേരി നിൽക്കുന്ന രാജ്യങ്ങൾ നമ്മളെ തളർത്താൻ ശ്രമിക്കും. ഇതിനെയൊക്കെ തരണം ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ വിദേശ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതിൽ ചൈനയും ഇടപെട്ടിട്ടുണ്ട്. കാരണം ചൈനയിൽ നിന്ന് കമ്പനികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ചൈന അമേരിക്കയുമായിട്ട് രഹസ്യമായി ചർച്ചകൾ നടത്തുകയും ട്രംപുമായിട്ട് ധാരണ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരികയും കൂടുതൽ സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വളരാനായിട്ട് സാധിക്കുക. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് എല്ലാ വഴികളിലൂടെയും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ 2028 നേടുമെന്ന് പറഞ്ഞ കാര്യം 2029 ആയാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആത്മനിർഭർ ഭാരതിലാണ്. ഒപ്പം ഇന്ത്യക്കാര് ഇന്ത്യൻ മെയ്ഡ് ഉൽപ്പന്നങ്ങൾ പരമാവധി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി വളരെ സ്ട്രോങ് ആവും. നമ്മൾ മാക്സിമം ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളിലും അത്. പക്ഷെ എങ്കിലും കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും